തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂരിലുണ്ടായ അക്രമം തുടരുകയാണ്. പാനൂർ മൊകേരിയിൽ CPM പ്രവർത്തകനെ വീട്ടിൽ കയറി ആക്രമിച്ചു. കുറ്റേരിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 2 നാടൻ ബോംബുകൾ കണ്ടെത്തി. പിണറായിയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് CPM പ്രവർത്തകന് പരിക്കേറ്റു. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ സംഘർഷത്തിന് ഇപ്പോഴും കുറവില്ല. ഇന്നലെ രാത്രിയാണ് പാനൂർ മൊകേരിയിൽ CPM പ്രവർത്തകനെ വീട്ടിൽ കയറി മർദ്ദിച്ചത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വീട്ടുകാരുടെ മുന്നിലിട്ട് അലനെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മർദ്ദനത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്നതാണ് CPM ആരോപിക്കുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ പോലീസ് ബോംബ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ബോംബും പിടികൂടി. പാനൂർ കുറ്റൂർ എന്ന സ്ഥലത്തു നിന്നാണ് 2 നാടൻ ബോംബുകൾ പിടികൂടിയിട്ടുള്ളത്. പിണറായി എന്ന സ്ഥലത്ത് സ്ഫോടനം നടന്നു. അത് ഇന്ന് ഉച്ചയ്ക്കാണ് ആ സംഭവം നടന്നത്. ആ സ്ഫോടനത്തിൽ CPM പ്രവർത്തകനായ വിപിൻ രാജിൻ്റെ കൈപ്പത്തി തകർന്നു. 3 വിരലുകൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ സ്ഫോടക വസ്തു എന്നത് പടക്കം എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വലിയ പടക്കം, അത് ഇയാൾ പൊട്ടിക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിലിരുന്ന് പൊട്ടി എന്ന വിശദീകരണമാണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്നത്. ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഈ സംഘർഷം കണ്ണൂർ ജില്ലയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ബോംബ് സ്ക്വാഡ് പലയിടങ്ങളിലും ആളൊഴിഞ്ഞ് പറമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. കണ്ണൂരിൽ നിന്ന് വിനോദ് മുറാഴയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.